ഇവിടെ ബ്രഹ്മേകത്വം സ്വീകരിക്കുകയാണെങ്കിൽ ബ്രഹ്മേകത്വം എന്ന് പറയുമ്പോൾ അവിടെ ഒരു തത്വം, ആ തത്വവും താനും വേറെയല്ല, ആ തത്വം ഈ ജഗത്തുമായിട്ടും വേറെയല്ല. ആ തത്വത്തിൽ നിന്ന് വേറിട്ട് ഉപാധികളെ സ്വീകരിക്കാൻ പറ്റില്ല. ഈ തത്വത്തിനുള്ളിലാണ് ഉപാധികളെല്ലാം പറയുന്നത്. ഇനി ആ ഉപാധികൾ തത്വത്തിൽ നിന്ന് വേറെയാണോ? സാധാരണ പറയാം ആകാശം, വീട്. ആകാശത്തിൽ നിന്ന് വേറിട്ട് വീടെന്ന് പറയുന്ന ഒരു ഉപാധി ഉള്ളതുകൊണ്ടാണല്ലോ പറയുന്നത് മഠാകാശം. ആകാശത്തിൽ നിന്ന് വേറിട്ട് പാത്രം എന്ന് പറയുന്നൊരു ഉപാധി ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ആ പാത്രത്തിലെ ആകാശം. ഇവിടെ ഉപാധി വേറെയാണ്. ഇവിടെ അത് സ്വീകരിക്കാൻ കഴിയില്ല. ബ്രഹ്മൈകത്വം എന്ന് പറയുമ്പോൾ ബ്രഹ്മമല്ലാതെ രണ്ടാമതൊന്നിനെ അംഗീകരിക്കാൻ കഴിയില്ല. ദ്വൈതം അവിടെ പാടില്ല. അദ്വൈതമാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഉപാധികളെ കൊണ്ടൊരു ഭേദം അത് സ്വീകരിക്കാൻ പറ്റില്ല. ഏകം മാത്രമായിരിക്കെ യസ്മി ഉപദേശം. ആർക്കു വേണ്ടിയാണ് ഈ ഉപദേശം? ഉപദേശം ഗ്രഹിക്കുന്നത് ആരാണോ? അതുപോലെ ചോദിക്കാം, ഉപദേശം നൽകുന്നവനാരാണോ? പരമാർത്ഥം അതല്ലേ. യസ്യ ഉപദേശഗ്രഹണ ഫലം. ആർക്കാണോ ഈ ഉപദേശഗ്രഹണം കൊണ്ടുവരുന്ന ഫലം? സംസാര നിവൃത്തി. ഉപദേശഗ്രഹണം തത്വജ്ഞാനം. ആ തത്വജ്ഞാനം കൊണ്ടുവരുന്ന സംസാര നിവൃത്തി ആർക്കാണോ? ഇവിടെ പറയുന്നു പരമാർത്ഥം ഒന്നേ ഉള്ളൂ, ഒരു തത്വമേ ഉള്ളൂ. അവിടെ ഒരു തരത്തിലുള്ള ഭേദമില്ല. തദ്ഭാവാദേകത്വ ഉപദേശാനർത്ഥയ്ക്കും. ആ ഒരു ഏകമായ തത്വമാണെങ്കിൽ ഇവിടെ ഉപദേശം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഗുരു ശിഷ്യനും ഇല്ല എന്നാണ് നമ്മുടെ തത്വമെങ്കിൽ ഇവിടെ ഉപദേശം അനർത്ഥയ്ക്കും. ഉപദേശം വ്യർത്ഥമാണ്. തദപിന്ന ശരിയല്ല. ഇത് ചോദ്യം ചോദിക്കുന്നത് താർക്കികന്മാരും മറ്റുമാണ്. നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് തനിക്കെന്താ പറയാനുള്ളത് എന്നും പറയണമല്ലോ. ശരി, നിങ്ങൾ പറയുന്നതൊന്നും ശരിയല്ല, സമ്മതിച്ചെന്നാൽ തനിക്കെന്താ പറയാനുള്ളത് അത് നോക്കാം. അനേകകാരക സാധ്യത്വ ക്രിയാണ് കഷ്ടോദ്യോഭവതി. നിങ്ങളെന്താ ഇതിനെക്കുറിച്ച് പറയുന്നത്? നിങ്ങൾ പറയുന്നതനുസരിച്ച് ആത്മാവ് പലതാകും. അവർ പറഞ്ഞു അനേകക്കാരൻ. മുമ്പ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. അപ്പോ നിങ്ങളാരെ കുറിച്ചാണ് പറയുന്നത്? നിങ്ങളുടെ പക്ഷത്തിൽ ആരാണ് ഉപദേശിക്കുന്നത്? ആരാണ് ഉപദേശം കേൾക്കുന്നത്? അവിടെ ഒരാൾ ശ്രദ്ധിക്കത്തില്ല. അവിടെ ക്രിയ അനേകകാരക സാധ്യമാണ്. എന്ത് ക്രിയയായാലും ശരി അതിന് പിന്നിൽ പലര് വേണം. അപ്പോൾ ഒന്നിൽ നിന്നുണ്ടാകത്തില്ല ക്രിയ. അതാണ് അവർ പറയുന്നത്. അപ്പോൾ ആത്മാവ് ഒന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഈ പറയുന്ന ഏകദേശം ഇന്ന് പലരും പറയുന്ന പോലെയാണ്. ഇവിടെ പറയുന്നത് ഒരു സച്ചിദാനന്ദം ഏകമാണ്. അതാണ് ഈ രൂപത്തിലെല്ലാം അനുഭവപ്പെടുന്നതെന്ന്. അവിടെ സത്ത് ചിത്ത് ആനന്ദം, ആ സത്ത്
ചിത്ത് ബോധം ആ ബോധത്തിന്റെ ആധാരം എന്ന് പറയും. അതേകമാണ്. എവിടെ നിന്നാണോ ഈ ബോധസ്ഫുരണം ഉണ്ടാകുന്നത്, ആധാരരൂപത്തിലിരിക്കുന്ന ആ ബോധം, ഈ ബോധസ്ഫുരണങ്ങൾ ഉണ്ടായി മാറിപ്പോകും. ശരി, അതിനെ വിടാം. എവിടെ നിന്നാണത് ഉണ്ടാകുന്നത് അത് സത്യമാണ്. അല്ലെങ്കിൽ ഏതൊരു ബോധമാണോ വാക്കിനും മനസ്സിനും ഒന്നും വിഷയമാകാതിരിക്കുന്നു അത് സത്യമാണ്, ഇങ്ങനെ പറയും. ആ ഒരു സത്യത്തെ ആശ്രയിച്ച് ഈ നാനാബോധം വരുന്നു, നാനാ അനുഭവങ്ങൾ വരുന്നു. ആ ഒരു സത്യത്തെ ആശ്രയിച്ച് ഈ നാനാത്വമൊക്കെ അനുഭവപ്പെടുന്നു എന്ന് പറയും. ഇതിന് വിരുദ്ധമായിട്ട് പറയും വാസ്തവത്തിൽ ഇതല്ല സംഭവിക്കുന്നത്. ബോധം എന്ന് പറയുന്നത് ഒരു വികാരമാണ്. എന്തിന്റെ വികാരം? ഈ ശരീരത്തിലെ തന്നെ അതിസൂക്ഷ്മമായിരിക്കുന്ന കോശങ്ങളുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന ഒന്നാണ് ഈ ബോധം എന്ന് പറയുന്നത്. കാരണം ബോധം എന്ന് പറയുന്ന ഒരു വ്യാപാരമാണ്, ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ നമുക്ക് അനുഭവപ്പെടുന്നുള്ളൂ. അല്ലാതെ ഒരു സ്ഥായിയായ ബോധം നമുക്ക് അനുഭവപ്പെടുന്നില്ല. ജാഗ്രതയിലിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, സ്വപ്നത്തിലിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്കറിയാം ഈ ശരീരത്തിന് ഉള്ളിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഒന്നാണ് ഈ ബോധം. അതാണ് ഇവിടെ പറയുന്നത്. അനേക കാരകസാധ്യത്വ ക്രിയാണ്. അതുകൊണ്ടിവിടെ ഏകമായ ഒന്നൊന്നില്ല, ഒരാത്മാവെന്ന് പറയുന്ന ഒന്നില്ല. പലത് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരു ബോധം ഉണ്ടാകുന്നു. അതൊരു വ്യാപാരമാണ്. ഒരാത്മാവ് അങ്ങനെ ശ്രദ്ധിക്കത്തില്ലെന്ന്, ഏകമായ ആത്മാവ് എന്നിന്ന് പറയുന്ന പോലെയാണ് ഇവിടെയും പറയുന്നത്. അനേക കാരക സാധ്യമാണ് ക്രിയ. പക്ഷെ അങ്ങനെ വരുമ്പോൾ ചോദിക്കും, അതെങ്ങനെയാ? ഇത് ജഡമല്ലേ, ഇതിന്റെ സ്വഭാവം വേറെയല്ലേ? ഈ പറയുന്ന കോശങ്ങളോ ശരീരത്തിന്റെ ഭാഗങ്ങളോ ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നും ഈ ചൈതന്യം കാണുന്നില്ല. അത് ജഡമാണ് വെച്ച് ഓരോന്നായിട്ട്. പക്ഷെ ബോധം എന്ന് പറയുന്നത് അതല്ല, ജഡത്തിന്റെ വിഷയമാക്കുന്ന ഒന്നാണ്. അതിന് ജഡത്തിന്റെ സ്വഭാവമല്ല, ജഡത്തിനറിയാൻ കഴിയുന്നില്ല. ഉദാഹരണം മൃതശരീരം തന്നെ, അതിനകത്തുകൊണ്ട് കോശങ്ങൾ, അവിടെ പക്ഷേ ഈ അറിവില്ല. അറിവ് വിഷയമാക്കുന്ന ഒന്നാണ് ജഡം. ആ ജഡ അറിവിനെ വിഷയമാക്കുന്നുമില്ല. അപ്പൊ ജഡത്തിൽ നിന്ന് അത്യന്തം വിലക്ഷണമായിരിക്കുന്ന ഈ ബോധം എങ്ങനെ ജഡത്തിൽ നിന്നുണ്ടാകും? ജഡത്തിന്റെ പ്രവർത്തനം കൊണ്ട് അങ്ങനെ ബോധം ഉണ്ടാകും. അപ്പൊ അതിന് അവർ പറയുന്ന സമാധാനമാണ്, അതങ്ങനെ ഉണ്ടാകാം. ഒന്നിൽ നിന്നുണ്ടാകുന്നത് അതിൽ നിന്നും അത്യന്തം വിലക്ഷണമായിരിക്കും. ഉദാഹരണം പറയുന്നത് മദ്യം ഉണ്ടാക്കുന്ന പോലെ. മദ്യം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ജലം, ശർക്കര തുടങ്ങിയ സാധനം, അതിലൊന്നിനും ലഹരിയില്ല, അതിലൊന്നും ആ സ്വഭാവമില്ല. പക്ഷെ മദ്യത്തിനുണ്ടത്. പലത് കൂടിച്ചേർന്ന് പ്രവർത്തിച്ചാൽ അതിൽ നിന്ന് വിലക്ഷണമായ ഒന്നുണ്ടാകാം, ഒരു ധർമ്മം ഉണ്ടാകാം. അതുപോലെ അണുസംഘാതം എന്ന ഭാഷ, അല്ലെങ്കിൽ ശരീര
ഭാഗങ്ങൾ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ ക്രിയ. അതിലൂടെ ആത്മാവ് ഒന്നെന്ന് പറയുന്ന ഒന്നില്ല. ആ സംഘാതം കൂടിച്ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഈ ബോധം ഉണ്ടാകുന്നു. ആ സംഘാതം വിഘടിച്ചു കഴിഞ്ഞാൽ ആ ബോധവും പോയി. എന്ന് പറയും. അതുകൊണ്ട് അവിടെ ഒരാത്മാവ് അങ്ങനെയൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല എന്നാണ്. അനേക കാരക സാധ്യത്വത്തിലാണ് കശ്ചോദ്യോഭൂതി. ഇവിടെ ഈ ചോദ്യം ചോദിക്കുന്നവരും ഗുരു ശിഷ്യൻ ഉപദേശം ബന്ധം നിവൃത്തിയൊക്കെ പറയുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചോദിക്കണം, ആരാ ഉപദേശിക്കുന്നത്? ആത്മാവെന്ന് പറയുന്ന ഒന്നില്ലല്ലോ, പലതല്ലേ, അത് കൂടി ചേർന്നുണ്ടായതല്ലേ വികാരങ്ങളും മറ്റും. നിങ്ങളുടെ പക്ഷത്തിൽ ആർക്കാണ് ഉപദേശം? ആരാണ് ഉപദേശം കേൾക്കുന്നത്? നിങ്ങളെ സംബന്ധിച്ചും വരും. അതുകൊണ്ട് നിങ്ങളുടെ പക്ഷം അനുസരിച്ചായാലും ശരി ഈ ചോദ്യത്തിന് സമാധാനം പറയാൻ കഴിയത്തില്ല. പിന്നെ ചാർവാകന്മാരെ പോലെ പറയുന്നു, ഉപദേശവുമില്ല, ഗുരുവില്ല, ശിഷ്യനുമില്ല, ബന്ധവുമില്ല, മോക്ഷവുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലെല്ലാം ഈ ഭൗതികം തന്നെ, അതിനപ്പുറമൊന്നുമില്ല. ഇവിടെ താർക്കികന്മാരതുപോലല്ല. അവർ കുറച്ചുകൂടി അവർ ആത്മാവിനെ ഒന്നിനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ആത്മാവിന്റെ സ്വരൂപം എന്തെന്നുള്ളത് നിർണയിക്കുന്നിടത്ത് അവർക്കൊരു വ്യക്തതയില്ല. ആത്മാവൊരു പദാർത്ഥമാണെന്ന് പറയും, അത് ജഡമാണെന്ന് പറയും, എന്നാൽ അത് പൃഥ്വി, ആപ്പ്, തേജസ്, വായു, ആകാശം ഒന്നും അല്ലെന്ന് പറയും. ആത്മാവ് ജ്ഞാനമല്ല, എന്നാൽ ആത്മാവിൽ ജ്ഞാനമുണ്ട്. ഇങ്ങനെയല്ല ആത്മാവിനെ സംബന്ധിച്ചുള്ള അവരുടെ ആശയങ്ങൾ അവ്യക്തമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പക്ഷത്തിലും ഇതിനെക്കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളൊന്നും ശരിയാകത്തില്ല. ഇനി അദ്വൈതിയുടെ പക്ഷത്തിൽ എന്താണ്? ഏകസ്മിൻ ബ്രഹ്മണി നിരുപാധിക്കുന്ന ഉപദേശ ഉപദേശഗ്രഹണ ഫലം, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങൾ പറയുന്ന പൂർവപക്ഷം തന്നെയാണ് ഞങ്ങളുടെ സിദ്ധാന്തം. ഏകസ്മിൻ ബ്രഹ്മം, അതിനെ നിരുപാധികമായി സ്വീകരിക്കുമ്പോൾ ചോദ്യം ഇതാണ്, ബ്രഹ്മവേഗമാണ്, അത് നിരുപാധികമാണ് എന്നാണ് സിദ്ധാന്തം, തത്വം. അതാണ് പരമാർത്ഥം. ഈ പരമാർത്ഥം നിങ്ങൾ അംഗീകരിച്ചിട്ടാണോ ചോദ്യം ചോദിക്കുന്നത്? അംഗീകരിക്കാത്തതാണ്. ഈ പരമാർത്ഥത്തെ ഒരാൾ സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെങ്ങനെയാ ചോദ്യം ചോദിക്കുന്നത്? ആ ചോദ്യം ചോദിക്കരുതെന്നുള്ളത് അതിന് എല്ലാവർക്കും ബാധകമാണ്. പറയുന്ന അദ്വൈതിക്ക് മാത്രമല്ല, അദ്വൈതി പറയുന്ന അദ്വൈത തത്വത്തെ അംഗീകരിക്കുന്നു ആരായാലും ശരി. അവർക്ക് അതോടൊപ്പം ഇതും അംഗീകരിക്കേണ്ടി വരും. അവിടെ ചോദിക്കുന്നവനില്ല, കേൾക്കുന്നവനില്ല, മുക്തിയില്ല, ബന്ധമില്ല. ഇത് തന്നെയാണ് അദ്വൈതം, അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ കരുതുന്ന പോലെ അദ്വൈതത്തിൽ അതൊരു ആപത്തല്ല, അതാണ് അദ്വൈതം. അദ്വൈതത്തെ സംബന്ധിച്ച് ഉള്ള ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം ഇത് തന്നെ സമാധാനം. ബ്രഹ്മവേഗമാണ്, നിർഗുണമാണ്, നിരാകാരമാണ്, അത് മാത്രമാണ് സത്യമെങ്കിൽ എങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടായി? അതിനാദ്യം നിങ്ങൾ പറയുന്ന ഭാഗം നിങ്ങൾക്ക് മനസ്സിലായോ? ബ്രഹ്മേകമാണ്, നിരുപാധികമാണ്, നിർഗുണമാണ്, നിരാകാരമാണ് എന്ന് തത്വത്തെ അംഗീകരിച്ചാൽ പിന്നെ പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്ന് പറയുന്നൊരു ചോദ്യം അവിടെ ഇല്ല. ആ തത്വത്തെ നിങ്ങൾ സ്വീകരിക്കുകയും പിന്നെ ചോദ്യം ചോദിക്കുക, അത് സാധ്യമല്ല ഒരാൾക്ക്. ഇനി ആ തത്വത്തെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല, അങ്ങനെ ഒരു തത്വമേ ഇല്ല.
പിന്നെ എന്തിനാ ചോദ്യം? പിന്നെ ഇത്തരൊരു ചോദ്യത്തിനോട് എന്താ പ്രസക്തി? പിന്നെ ആ ചോദ്യം ചോദിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പിന്നെ അത്തരൊരു ചോദ്യത്തിനോട് പ്രസക്തിയില്ല. ആ തത്വത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ആ തത്വത്തെ അംഗീകരിച്ചാൽ, ബുദ്ധി ഉണ്ടെങ്കിലും അംഗീകരിച്ചാൽ, പിന്നീട് ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുന്നത് ബുദ്ധിശൂന്യതയാണ്. എന്തുകൊണ്ട്? നിങ്ങൾ അംഗീകരിച്ച ആ തത്വത്തിൽ ഇങ്ങനെയൊരു ചോദ്യത്തിന് അവകാശമേ ഇല്ല. ബ്രഹ്മത്തിൽ നിന്ന് എങ്ങനെ പ്രപഞ്ചം ഉണ്ടാകും? ഒരു ചോദ്യമില്ല. അതിൽ ഈ പറയുന്ന അദ്വൈതത്തെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ പറയുന്നത്? ഏകമാണ് അദ്വൈതം, നിരുപാധികമാണ്, നിർവികാരമാണ്. അത് മനസ്സിലാക്കിയെങ്കിൽ ആ അദ്വൈതത്തിൽ തന്നെയാ പറയുന്നത് ഇവിടെ പ്രപഞ്ചമില്ല, ഇവിടെ ഗുരുവില്ല, ശിഷ്യനില്ല, ഉപദേശമില്ല, ബന്ധമില്ല. ചോദ്യം എപ്പോഴാണ് ശരിയാവുന്നത്? അദ്വൈതി പറയുകയാണ് ബ്രഹ്മം നിരുപാധികമാണ്, നിർഗുണമാണ്, നിരാകാരമാണെന്ന് പറഞ്ഞിട്ട് പറയുന്നു ഇവിടെ ഗുരു ശിഷ്യനുമുണ്ട്, ഉപദേശമുണ്ട്, ഇവിടെ വേറിട്ടൊരു പ്രപഞ്ചമുണ്ട്. ഇതെല്ലാം അദ്വൈത സിദ്ധാന്തത്തിന്റെ ഭാഗമാണെങ്കിൽ ചോദിക്കാൻ പറ്റും എങ്ങനെ? ഏകസ്മിൻ ബ്രഹ്മണി നിരുപാധികേ, നിരുപാധികത്വം എന്ന് പറയുന്ന തത്വത്തെ ഒരാൾ സ്വീകരിച്ചാൽ, അതാണ് അദ്വൈതി പറയുന്നതെന്ന് മനസ്സിലാക്കിയാൽ അവിടെ മനസ്സിലാക്കണം ഇവിടെ പിന്നെ ചോദ്യത്തിന് നിലയില്ല. പിന്നെ അങ്ങനെ ഒരു ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ നിരുപാധിക ബ്രഹ്മത്തിൽ എങ്ങനെയാ പ്രപഞ്ചം എന്നൊരു ചോദ്യം, നിങ്ങളുടെ ചോദ്യം തന്നെ അസംബന്ധമാണ്. കാരണം നിങ്ങൾ നിരുപാധികത്വത്തെ അംഗീകരിക്കുന്നില്ല. നിരുപാധികത്വത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ നിരുപാധികത്വം തന്നെ സർവ്വ ചോദ്യങ്ങളെയും അവിടെ നിഷേധിക്കുന്നു. പിന്നെ ഒരു ചോദ്യം ചോദിക്കാൻ അവകാശമില്ല. നിരുപാധികത്തെ അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ നിരുപാധികത്വത്തിൽ എങ്ങനെ സ്വാഭാവികം എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കത്തില്ല. എന്നാലും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യമല്ല. പ്രതിബന്ധിത്തരം എന്ന് പറയും തർക്കശാസ്ത്രത്തിൽ. നിങ്ങളുടെ ചോദ്യം തന്നെ നിങ്ങളുടെ ചോദ്യത്തിന് വിരോധമായി വരും. ചോദ്യം ചോദിക്കുന്നവൻ വളരെ ബുദ്ധിമാനെന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. നിർഗുണമാണ് ബ്രഹ്മമെങ്കിൽ എങ്ങനെ സഗുണം, അല്ലെങ്കിൽ എങ്ങനെ പ്രപഞ്ചം ഉണ്ടായി? ആ ചോദ്യം അതിനെ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും അങ്ങനെ ഒരു ചോദ്യത്തിന് അവിടെ ചോദിക്കാനൊക്കത്തില്ല. അങ്ങനെ ഒരു ചോദ്യത്തിന് നിലയില്ല. അതുകൊണ്ട് പറയുന്നു നിങ്ങളിത് അംഗീകരിക്കുന്നോ ഇല്ലയോ? അംഗീകരിക്കുന്നെങ്കിൽ നിരുപാധിക ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നില്ലെന്ന്. പിന്നെ അതിനെ സംബന്ധിച്ച് എന്ത് ചോദിക്കാനും? അല്ല, ഞങ്ങളതിനെ അംഗീകരിക്കില്ല. നിങ്ങൾ അംഗീകരിച്ച നിരുപാധിക ബ്രഹ്മത്തെക്കുറിച്ചാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അദ്വൈത പറയുന്ന ഒരു നിരുപാധിക ബ്രഹ്മം, ശരി, അതിനെ സംബന്ധിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ആ നിരുപാധിക ബ്രഹ്മത്തിൽ ചോദ്യമില്ലെന്നാണ് ഞങ്ങളുടെ തത്വം. അതിൽ പിന്നെ ഏകസ്മിൻ ബ്രഹ്മണി നിരുപാധിക എന്ന ഉപദേശം, ഉപദേഷ്ട എന്ന ഉപദേശം, ഗ്രഹണഫലം. പിന്നെന്താ? ഒന്നുകിൽ ആ തത്വത്തെ സ്വീകരിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ആ തത്വത്തിൽ ചോദ്യം ചോദിക്കാൻ കഴിയത്തില്ല. ഒരു ചോദ്യം നിൽക്കത്തില്ല. അതുകൊണ്ട് നിർഗുണത്തിൽ നിന്ന് സഗുണം എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നത് ഉത്തരം പറയാൻ വയ്യാത്തൊരു ചോദ്യമാണ്. ബ്രഹ്മത്തിൽ നിന്ന് നിർഗുണ ബ്രഹ്മത്തിൽ നിന്ന് എങ്ങനെ പ്രപഞ്ചം ഉണ്ടായി, അത് ഉത്തരം പറയാൻ വയ്യാത്ത ചോദ്യമാണെന്നൊക്കെ സാധാരണ പറയും. പക്ഷെ പരമാർത്ഥത്തിൽ എന്താണ്? അത് ചോദിക്കാൻ വയ്യാത്തൊരു ചോദ്യമാണ്. അങ്ങനെ ഒരു ചോദ്യം ആർക്കും ചോദിക്കാൻ സാധ്യമേ അല്ല. ചോദിച്ചാൽ ഇത് ചോദിക്കും. നിങ്ങളതിനെ അംഗീകരിക്കുന്നു, നിഷേധിക്കുന്നു. അംഗീകരിച്ചാൽ ചോദ്യമില്ല, നിഷേധിച്ചാലോ എന്നാലും ചോദിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ടത് പരമാർത്ഥമാണ്, പരമാർത്ഥ തത്വമാണ്. തസ്മാത് ഉപനിഷദംസ ആനർത്ഥക്യം ഇത്യേത് അഭ്യുപഗതമേവ. അതുകൊണ്ട് ആ തത്വത്തെ സ്വീകരിച്ചു.
ഞങ്ങളീ പറയുന്ന ഏകത്വ തത്വത്തെ അംഗീകരിച്ചുകൊണ്ട്, നിരുപാധികമായ തത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നു ബാക്കി ആ സംബന്ധമാണ്. വേദം ഉൾപ്പെടെയല്ല. ഉപനിഷത്ത് അർത്ഥം തന്നെ പറഞ്ഞു ഞങ്ങളത് സ്വീകരിച്ചിരിക്കുന്നു. ഏകമായ നിരുപാധികമായ തത്വത്തിൽ നിന്ന് ഇവിടെ വേറെ ഏതാ ഉപനിഷത്ത്? വേദമേതാ? അതിന് വേറിട്ട് ഗുരു ഏത്, ശിഷ്യനേത്, ഉപദേശമേത്, ബന്ധമേത്, മുക്തി ഏതൊന്നും തന്നെ ഇല്ല. അവിടെ വേദം പ്രമാണമല്ലെന്ന് പറയുന്നതിന് യാതൊരു ദോഷമല്ല. അവിടെ വേദമില്ലല്ലോ ഉണ്ടാകാൻ. വേറിട്ടൊരു വേദമില്ല. എല്ലാം ഏകമായ തത്വം. അപ്പൊ ഇവിടെ സ്വാനുഭവത്തിലൂടെ ആ തത്വത്തിന്റെ ഏകതയെ വെളിപ്പെടുത്തി. അത് നിരുപാധികമാണ് എന്ന് പറയുകയാണ്. അവിടെ ആ നിരുപാധികത്തിൽ പിന്നെ ഒരാശങ്കയും ഒരു ചോദ്യവുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ആ നിരുപാധികമായ തത്വബോധത്തിൽ അജ്ഞാനം, സംശയം, വിപര്യം തുടങ്ങിയ ദോഷങ്ങളൊന്നും നിൽക്കത്തില്ല. അങ്ങനെയുള്ള ദോഷങ്ങളൊന്നും ഇല്ലാത്തടത്ത് ഒരു ചോദ്യത്തിനും പ്രസക്തിയില്ല. എല്ലാ ചോദ്യങ്ങളെയും അവിടെ നിഷേധിച്ചു കഴിഞ്ഞു. ഒരു ചോദ്യം ഉയർന്നാലല്ലേ സമാനം പറയേണ്ട ആവശ്യമുള്ളൂ. അവിടെ എങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകും? നിരുപാധിക തത്വമായി സ്വീകരിച്ചാൽ പിന്നെ അതിൽ നിങ്ങൾ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നതിന് പ്രയാസമില്ല. തസ്മാത് ഉപനിഷദാംശ അനർത്ഥക്യം. വേദം പോലും അനർത്ഥകമാണ്, ഉപനിഷത്ത് പോലും അനർത്ഥകമാണ്. വേദം പോലും അവിടെ വേദം അല്ലാതായിത്തീരുന്നു. ഇത്യേത് അഭ്യുപഗതമേ. അതൊക്കെ ഞങ്ങൾ സ്വീകരിക്കുന്ന കാര്യങ്ങളാണ്. അത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് അദ്വൈതി ഉത്തരം മുട്ടിക്കാവുന്നതാണ്. അത് തത്വം ഈ ചോദ്യത്തിനും ഉത്തരത്തിനും ഒക്കെ അപ്പുറമാണ് എന്നതിനാണ് അദ്വൈതിയും പറയുന്നത്. അവിടെ പരമാർത്ഥ തത്വം പിന്നെ വേദം രണ്ട് സ്വീകരിക്കുന്നുണ്ട്. അദ്വൈതത്തിൽ രണ്ടാമതൊന്നും സ്വീകരിക്കുന്നുണ്ട്. അതാണ് തത്വം. അതുകൊണ്ട് യുക്തി കൊണ്ട് അതിനെ സാധ്യമല്ല, നിഷേധിക്കാൻ സാധ്യമല്ല.